ഹായ് ഫ്രണ്ട്സ്, MS വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങൾ വന്നിട്ടുള്ളത് ഒരു കോഴ്സ് പഠിക്കുക എന്നുള്ള ലക്ഷ്യത്തോട് കൂടിയിട്ടാണ്. ഓക്കെ, MS വേൾഡ് പ്രൊവൈഡ് ചെയ്യുന്നത് ഒരു വെബ് ഡിസൈനർ എങ്ങനെയാകാം എന്നതിനെ കുറിച്ചാണ്. HTML എന്ന് പറയുന്ന ഒരു ലാംഗ്വേജ് നിങ്ങൾ ഏവരും കേട്ടിട്ടുണ്ടെന്ന് കരുതുന്നു അല്ലേ? HTML എന്ന് പറയുന്ന ഒരു കമ്പ്യൂട്ടർ ലാംഗ്വേജ് ഉണ്ട്. ആ ലാംഗ്വേജ് യൂസ് ചെയ്തിട്ട് നമുക്ക് വെബ് പേജുകൾ നമുക്ക് എന്ത് ചെയ്യാം, ക്രിയേറ്റ് ചെയ്യാം. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ആദ്യം എന്താണ് വെബ് പേജ് എന്നുള്ളത് എന്ത് ചെയ്യാം പറഞ്ഞുതരാം. ഓക്കെ, നിങ്ങൾ വെബ്സൈറ്റ് കേട്ടിട്ടുണ്ടാവും. വെബ്സൈറ്റ് www. എന്ന് പറഞ്ഞിട്ട് wikipedia.com. അതുപോലെ ഒരുപാട് വെബ്സൈറ്റുകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഓക്കെ, വെബ്സൈറ്റ് എന്ന് പറഞ്ഞാൽ കളക്ഷൻ ഓഫ് വെബ് പേജസ് ആണ്. ഓക്കെ, ഒരുപാട് വെബ് പേജുകളുടെ ഒരു കൂട്ടത്തിന് വിളിക്കുന്ന പേരാണ് വെബ്സൈറ്റ്. നിങ്ങളൊരു ബുക്കൊക്കെ കണ്ടിട്ടുണ്ടാവും. ബുക്കിന് ഒരുപാട് പേജസ് ഉണ്ടല്ലോ. ഈ പേജുകൾ കൂടിച്ചേരുന്ന സമയത്താണ് അതൊരു ബുക്കായി മാറുന്നത്. എന്നതുപോലെ തന്നെ ഒരുപാട് വെബ് പേജുകൾ കൂടിച്ചേരുമ്പോഴാണ് ഒരു വെബ്സൈറ്റ് എന്ത് ചെയ്യുന്നത്, രൂപപ്പെടുന്നത്. ഓക്കെ, നമുക്ക് ഒരു വെബ്സൈറ്റിനെ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം. ഓക്കെ, ഫൈവർ എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് ആണ് ഞാനിവിടെ ഓപ്പൺ ആക്കി ഇട്ടിട്ടുള്ളത്. ഓക്കെ, ഇതൊരു വെബ്സൈറ്റ് ആണ്. ഇതിൽ ഒരുപാട് വെബ് പേജുകളുണ്ട്. ഓക്കെ, ഒരുപാട് വെബ് പേജുകളുണ്ട്. ഈ പേജുകളെല്ലാം കൂട്ടിച്ചേർത്തിട്ടാണ് ഈ ഒരു വെബ്സൈറ്റ് രൂപപ്പെടുത്തിയിട്ട് അതിനൊരു പേരൊക്കെ നൽകിയത്. ഇനി നമുക്ക് താഴേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും ഗ്രാഫിക് ഡിസൈൻ, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, റൈറ്റിംഗ് ആൻഡ് ട്രാൻസ്ലേഷൻ. ഇതെല്ലാം ഓരോ ലിങ്കുകളാണ്, ഓരോ ബട്ടൺസ് ആണ്. നമുക്ക് ഇതിലേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മറ്റു വെബ് പേജുകളിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കടന്നു പോകാൻ പറ്റും. നമുക്ക് വെറുതെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഒരു ബട്ടണിൽ നമുക്ക് ക്ലിക്ക് ചെയ്ത് നോക്കാം. അങ്ങനെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഈ വെബ്സൈറ്റ് നമ്മളെ ഇതിനകത്തുള്ള മറ്റൊരു പേജിലേക്ക് നമ്മളെ കൊണ്ടുപോകും. ഓക്കെ, ഇവിടെ മറ്റൊരു പേജിലേക്ക് നമ്മൾ കൊണ്ടുപോയിട്ടുണ്ട്. ഇങ്ങനെ ഇതിനകത്ത് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് മറ്റൊരുപാട് ബട്ടൺസ്, ലിങ്കുകൾ കാണാൻ പറ്റും. ഇതിലൊക്കെ നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് വീണ്ടും അതിനകത്തുള്ള മറ്റ് പേജുകളിലേക്കാണ് നമ്മൾ കടന്നു ചെല്ലുക. വീഡിയോ മാർക്കറ്റിംഗ്, ഇമെയിൽ മാർക്കറ്റിംഗ്, ഓക്കെ, മാർക്കറ്റിംഗ് സ്ട്രാറ്റജി, സർവൈസ്, വെബ് അനാലിറ്റിക്സ്, ഇങ്ങനെ ഒരുപാട് സംഗതികളുണ്ട്. ഇതിലൊക്കെ നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഓരോ വെബ് പേജിലേക്ക് പോയിക്കൊണ്ടേയിരിക്കും. ഓക്കെ, എന്നാൽ എല്ലാ വെബ് പേജുകളും ഏത് വെബ്സൈറ്റിനകത്താണുള്ളത്? ഫൈവർ എന്ന് പറയുന്ന വെബ്സൈറ്റിനകത്താണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ ഒരു കൂട്ടം വെബ് പേജുകളെ കൂട്ടിച്ചേർത്തിട്ട് അഡ്രസ്സിലേക്ക് കൊണ്ടുവരുമ്പോഴാണ് നമ്മൾ അതിനൊരു വെബ്സൈറ്റ് എന്ന് എന്ത് ചെയ്യുക, വിളിക്കുക. ഈ വെബ്സൈറ്റുകളൊക്കെ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് MS വേൾഡ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. ഈ വെബ് പേജുകൾ ഒരു പ്രത്യേക ലാംഗ്വേജ് ഉപയോഗിച്ചിട്ടാണ് നിർമ്മിക്കുന്നത്. HTML എന്ന് പറയുന്ന ഒരു കമ്പ്യൂട്ടർ ലാംഗ്വേജ് ഉപയോഗിച്ചിട്ട് നിർമ്മിക്കുന്ന വെബ്സൈറ്റുകളാണ് മിക്ക വെബ്സൈറ്റുകളും. ഈ വെബ്സൈറ്റുകളെല്ലാം തന്നെ, അല്ലെങ്കിൽ ഈ വെബ് പേജുകളെല്ലാം തന്നെ പ്രവർത്തിക്കുന്നത് ഇതിന് പിന്നിൽ ആരോ എഴുതി വെച്ചിട്ടുള്ള പ്രോഗ്രാമുകളുടെ അടിസ്ഥാനത്തിലാണ്. ഓക്കെ, HTML എന്ന് പറയുന്ന ഒരു ലാംഗ്വേജ് ഉണ്ടെന്ന് പറഞ്ഞു. ആ ലാംഗ്വേജ് ആരോ എഴുതി വെച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ്, അല്ലെങ്കിൽ അത് എഴുതി വെച്ചത് കൊണ്ടാണ് ഈ വെബ്സൈറ്റ് എന്ത് ചെയ്യുന്നത്, പ്രവർത്തിക്കുന്നത്. ഇതുപോലെ നമുക്കും HTML ലാംഗ്വേജിൽ ഇങ്ങനെ പല രീതിയിൽ എഴുതിയിട്ട് നമുക്കും ഒരുപാട് വെബ് പേജുകൾ, വെബ്സൈറ്റുകൾ നമുക്ക് നിർമ്മിക്കാൻ സാധിക്കും. ഇതിനെക്കുറിച്ചാണ് ഇന്ന് MS വേൾഡ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഈ വെബ്സൈറ്റിൻ്റെ പ്രോഗ്രാം എന്താണ്, അല്ലെങ്കിൽ ഈ വെബ്സൈറ്റിന് പിന്നിൽ പ്രവർത്തിക്കുന്ന പ്രോഗ്രാമിംഗ് എന്താണെന്നുള്ളത് നമുക്ക് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഇവിടെ റൈറ്റ് ക്ലിക്ക് അടിച്ചിട്ട് വ്യൂ പേജ് സോഴ്സ് എന്ന ഒരു ലിങ്കിൽ നമുക്ക് ക്ലിക്ക് ചെയ്യാം. വ്യൂ പേജ് സോഴ്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ പേജ് പ്രവർത്തിക്കാൻ കാരണമായിട്ടുള്ള പ്രോഗ്രാം എന്താണെന്നുള്ളത് നമുക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും. ഓക്കെ, ഇവിടെ കാണുന്നുണ്ട് HTML ഹെഡ്, ഇങ്ങനെ ഒരുപാട് ടാഗുകൾ യൂസ് ചെയ്തിട്ട് ഈ പ്രോഗ്രാം നിർമ്മിച്ചിരിക്കുന്നു. അതിലേക്ക് ആഡ് ചെയ്തിട്ടുള്ള ഇമേജസ്, അതിൽ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള കാര്യങ്ങൾ, അതിൻ്റെ മറ്റ് പ്രത്യേകതകൾ, അതിൽ കൊടുത്തിട്ടുള്ള കളറുകൾ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ പ്രോഗ്രാമിംഗ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ കാണുന്നുണ്ടാവും. ഓക്കെ, ഈ പ്രോഗ്രാം അവിടെ ഉള്ളത് കൊണ്ടാണ് ആ വെബ്സൈറ്റ് അത്രയും വൃത്തിയിൽ നല്ലൊരു ഇൻ്റർഫേസ് ആയിട്ട് നമുക്ക് മുമ്പിൽ കാണപ്പെടുന്നത്. അപ്പോൾ ഇത്രയും ഹെവി റിസ്ക് എടുത്തിട്ട്, ഹെവി ആയിട്ട് കഷ്ടപ്പെട്ട് ആരോ ഉണ്ടാക്കിയിട്ടുള്ള ഒരു പ്രോഗ്രാം ഉള്ളത് കൊണ്ടാണ് ഈ ഒരു വെബ്സൈറ്റ് ഈ കാണുന്ന രൂപത്തിൽ നമുക്ക് മുമ്പിൽ പ്രത്യക്ഷമാകുന്നത്. ഓക്കെ, നമുക്ക് ഇതിൻ്റെ ചെറിയ ഒരു ഫോമിലുള്ള, അല്ലെങ്കിൽ ഒരു വളരെ സിമ്പിളായിട്ട് ഒരു HTML പ്രോഗ്രാമർ എങ്ങനെ ആകാം, അല്ലെങ്കിൽ വളരെ സിമ്പിളായിട്ട് ഒരു വെബ് പേജ് എങ്ങനെ നിർമ്മിക്കാം എന്നതാണ് MS വേൾഡ് പരിചയപ്പെടുത്തുന്നത്. HTML ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഒരു വെബ് പേജ് നിർമ്മിക്കാൻ പുതിയതായിട്ട് ഒരു ആപ്ലിക്കേഷനോ സോഫ്റ്റ്വെയറോ ഉപയോഗിക്കേണ്ട കാര്യമില്ല. നിങ്ങളുടെ എല്ലാവരുടെയും കമ്പ്യൂട്ടറിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ സെർച്ച് ചെയ്താൽ കിട്ടുന്നതാണ് നോട്ട് പാഡ്. മുകളിൽ കാണാം, അത് ക്ലിക്ക് ചെയ്തിട്ട് ഈ ഒരു നോട്ട് പാഡിലാണ് നമ്മൾ HTML ലാംഗ്വേജ് നമ്മൾ ടൈപ്പ് ചെയ്തിട്ട് വെബ് പേജുകൾ നിർമ്മിക്കുന്നത്. HTML ലാംഗ്വേജ് നമ്മൾ എഴുതി തുടങ്ങുന്നതിന് മുമ്പ് HTML ലാംഗ്വേജിലുള്ള ചില പ്രത്യേകതകളൊക്കെ നമുക്ക് എന്ത് ചെയ്തിരിക്കേണ്ടതുണ്ട്, അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ഏതൊരു ലാംഗ്വേജ് നമ്മൾ പഠിക്കുമ്പോഴും അതിലുള്ള അക്ഷരങ്ങൾ, അതിലുള്ള സിമ്പിൾസ്,
അതിൻ്റെ മറ്റ് പ്രത്യേകതകൾ, അത് എഴുതേണ്ട രീതികളെല്ലാം നമ്മൾ പഠിക്കുന്നത് പോലെ തന്നെ HTML എഴുതുന്ന സമയത്തും ചില രീതികളും പ്രത്യേകതകളും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. HTML ഒരു ഫുൾ ഫോം ഉണ്ട്. HTML ഫുൾ ഫോം ആണ് ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ്. ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ്. HTML കൊണ്ട് നമ്മളൊരു വെബ് പേജ് നിർമ്മിക്കുന്ന സമയത്ത് HTML നമ്മൾ എഴുതുന്ന ഓരോ സ്റ്റെപ്പും ടാഗുകൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എഴുതി കൊടുക്കുന്നത്. ഓക്കെ, ടാഗ് എന്ന് പറയുന്നത് ഈ കാണുന്ന സിമ്പലാണ്. ഓപ്പൺ ടാഗുമുണ്ട്, ക്ലോസ് ടാഗുമുണ്ട്. ഓപ്പൺ ടാഗ് മുകളിൽ കാണാം, ക്ലോസ് ടാഗ് താഴെ കാണാം. ഓക്കെ, ഈ ഓപ്പൺ ടാഗുകളും ക്ലോസ് ടാഗുകളും ഉപയോഗിച്ചിട്ടാണ് HTML ഓരോ കമാൻഡുകളും നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കുന്നത്, എഴുതി കൊടുക്കുന്നത്. അപ്പോൾ HTML നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ HTML എന്ന് പറയുന്ന ഒരു ഓപ്പൺ കമാൻഡ് അല്ലെങ്കിൽ ഒരു ഓപ്പൺ ടാഗ് നമ്മൾ കൊടുക്കും. ഇവിടെ സ്ക്രീനിൽ കാണുന്നുണ്ട് അല്ലേ, HTML ഓപ്പൺ ടാഗ് കാണുന്നുണ്ട്. അങ്ങനെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. HTML നമ്മൾ സ്റ്റോപ്പ് ചെയ്യുമ്പോഴോ എഴുതി നിർത്തുമ്പോഴോ HTML ക്ലോസ് ടാഗ് നമ്മൾ എന്ത് ചെയ്യും, ഒരു സ്ലാഷ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ക്ലോസ് ടാഗ് ആവും. ആ ക്ലോസ് ടാഗ് ഇട്ടിട്ട് നമ്മൾ അതിനെന്ത് ചെയ്യും, സ്റ്റോപ്പ് ചെയ്യും. അതുപോലെ ഈ HTML ഓപ്പൺ ടാഗിൻ്റെയും HTML ക്ലോസ് ടാഗിൻ്റെയും ഇടയിലാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും, ഒരു വെബ് പേജിൽ അടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കേണ്ടത്, എഴുതി കൊടുക്കേണ്ടത്. ഓക്കെ, ഒരു HTML ഓപ്പൺ ടാഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് HTML പ്രോഗ്രാം ഇവിടെ മുതൽ തുടങ്ങുന്നു എന്നാണ്. HTML ക്ലോസ് ടാഗ് ഉദ്ദേശിക്കുന്നത് HTML പ്രോഗ്രാം ഇവിടെ അവസാനിക്കുന്നു എന്നാണ്. ആ HTML ടാഗുകൾക്കിടയിൽ അല്ലെങ്കിൽ HTML ഓപ്പൺ ടാഗിനും ക്ലോസ് ടാഗിനും ഇടയിൽ നമുക്ക് ഹെഡിങ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്കൊരു ഹെഡിങ് ടാഗ് ഉപയോഗിക്കണം. ഹെഡ് എന്ന് പറയുന്ന ഒരു ഓപ്പൺ ടാഗും ഹെഡ് സ്ലാഷ് ഹെഡ് എന്ന് പറയുന്ന ഒരു ക്ലോസ് ടാഗും നമ്മൾ ഉപയോഗിക്കണം. ആ ടാഗുകൾക്കിടയിലാണ് നമ്മൾ ഹെഡിങ്ങുകൾ കൊടുക്കുക. ഇനി ടൈറ്റിൽ കൊടുക്കാനാണെങ്കിലോ ടൈറ്റിലിനും ടാഗുകളുണ്ട്. ടൈറ്റിലിനും ഒരു ഓപ്പൺ ടാഗ് ഉണ്ട്, ടൈറ്റിലിനും ഒരു ക്ലോസ് ടാഗ് ഉണ്ട്. ഓക്കെ, ടൈറ്റിലിൻ്റെ ഓപ്പൺ ടാഗ് എന്താ ഉദ്ദേശിക്കുന്നത്, ടൈറ്റിൽ ഇവിടെ മുതൽ ആരംഭിക്കുന്നു. ഓക്കെ, ക്ലോസ് ടാഗ് എന്താണ് ഉദ്ദേശിക്കുന്നത്, ടൈറ്റിൽ ഇവിടെ അവസാനിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഈ ഒരു രീതിയിലാണ് നമ്മൾ HTML എഴുതിയ ടാഗുകൾ ഉപയോഗിച്ചിട്ട് നമുക്ക് HTML ഏതൊരു കാര്യവും എഴുതാൻ സാധിക്കുകയുള്ളൂ. അടുത്ത ടാഗാണ് ബോഡി എന്ന് പറയുന്ന ഒരു ടാഗ്. ഒരു വെബ് പേജിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ചിത്രങ്ങൾ, അതുപോലെ മറ്റ് പ്രധാനപ്പെട്ട മോഡലുകൾ, മറ്റ് കളറുകൾ, മറ്റ് പ്രത്യേകതകൾ എല്ലാം നമ്മൾ ഉൾപ്പെടുത്തുന്ന ഒരു ടാഗാണ് ബോഡി ടാഗ്. ഓപ്പൺ ബോഡി ടാഗുമുണ്ട്, ക്ലോസ് ബോഡി ടാഗുമുണ്ട്. ഓക്കെ, ബോഡി ടാഗിന് ഓപ്പൺ ടാഗുണ്ട്, ക്ലോസ് ടാഗുണ്ട്. ബോഡി ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലാകും ഇവിടെ മുതലാണ് ഈ വെബ്സൈറ്റിൻ്റെ ഒരു ബോഡി തുടങ്ങുന്നത്. ക്ലോസ് ടാഗ് കണ്ടാൽ മനസ്സിലാകും ഇവിടെയാണ് HTML ബോഡി അവസാനിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഏതൊരു ടാഗ് ഉണ്ടെങ്കിലും അതിൻ്റെ ക്ലോസ് ടാഗ് ഉണ്ടായിരിക്കും. ഒരു ടാഗ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ആ ടാഗുകൾക്കെല്ലാം തന്നെ ഒരു ക്ലോസ് ടാഗും നമുക്കവിടെ അടിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ നിർബന്ധമായിട്ട് നമ്മളവിടെ എന്ത് ചെയ്യണം, ഉപയോഗിക്കണം. ഓക്കെ, ഓപ്പൺ ടാഗ്, ക്ലോസ് ടാഗ്. ഇതുമായി ബന്ധപ്പെട്ട ചെറിയ ഒരു പ്രോഗ്രാം, വളരെ സിമ്പിളായിട്ടുള്ള ഒരു ചെറിയ പ്രോഗ്രാം നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, ഞാനിവിടെ എഴുതുന്നുണ്ട്. HTML സ്റ്റാർട്ട് ചെയ്യാണ്, അതായത് HTML ഓപ്പൺ ചെയ്യാണ്. അതായത് ഓപ്പൺ ടാഗ് HTML നമ്മൾ എന്ത് ചെയ്തു, അടിച്ചു കൊടുത്തു. HTML ഓപ്പൺ ചെയ്തു, അതുപോലെ HTML നമ്മൾ എന്ത് ചെയ്തു, ക്ലോസ് ചെയ്തു. ഓക്കെ, HTML ക്ലോസ് ചെയ്തു. ഇപ്പോൾ എന്തായി, HTML ഓപ്പൺ ടാഗുമായി HTML ക്ലോസ് ടാഗുമായി. ഓക്കെ, ഈ ഓപ്പണിങ്ങിൻ്റെയും ക്ലോസിങ്ങിൻ്റെയും ഇടയിൽ, അതായത് HTML തുടങ്ങുന്നു എന്ന് പറഞ്ഞു കൊടുത്തു, അതേപോലെ HTML അവസാനിക്കുന്നു എന്ന് നമ്മൾ കമാൻഡ് കൊടുത്തു. ആ തുടക്കത്തിൻ്റെയും ഒടുക്കത്തിൻ്റെയും ഇടയിലാണ് ഇനി വരുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കുന്നത്, എഴുതി കൊടുക്കുന്നത്. ഓക്കെ, അടുത്ത ഒരു കമാൻഡാണ് ഹെഡിങ്. ഓക്കെ, അപ്പോൾ HTML തുടങ്ങി HTML അവസാനിച്ചു എന്നുള്ള കമാൻഡ് കൊടുത്തു. അതിനിടയിൽ നമ്മൾ ഹെഡിങ്ങിനുള്ള ഒരു കമാൻഡ് ഓപ്പൺ ചെയ്തു, ഹെഡിങ്ങിനുള്ള ഒരു ടാഗ് നമ്മൾ ഓപ്പൺ ചെയ്തു. ഓക്കെ, ഹെഡിങ് തുടങ്ങുന്നു, ദാറ്റ് ഈസ് ഓപ്പൺ ഹെഡ് അല്ലേ. എന്നിട്ട് എന്ത് ചെയ്യാണ്, അതേപോലെ ക്ലോസ് ഹെഡ്. ഹെഡ് നമ്മൾ എന്ത് ചെയ്യാണ്, അല്ലെങ്കിൽ ഹെഡിങ് നമ്മൾ ക്ലോസ് ചെയ്യാണ്. ഹെഡിങ് തുടങ്ങുന്നതിനും ഹെഡിങ് അവസാനിക്കുന്നതിനും ഇടയിൽ നമ്മൾ ഒരു ഹെഡിങ് കൊടുക്കണം. ഹെഡിങ് നമുക്ക് MS വേൾഡ് എന്ന് തന്നെ കൊടുക്കാം. ഓക്കെ, MS വേൾഡ് എന്ന് എന്ത് ചെയ്തു, കൊടുത്തു. ഓക്കെ, ഈ ഹെഡിങ്ങിനകത്ത് നമുക്ക് എന്ത് ചെയ്യാം, ടൈറ്റിൽ എന്ന് പറയുന്ന ഒരു സാധനം, ഹെഡിങ്ങിനകത്താണ് നമ്മൾ ടൈറ്റിൽ കൊടുക്കുക. ഓക്കെ, അപ്പോൾ ടൈറ്റിൽ തുടങ്ങണമല്ലോ അല്ലേ, അതുപോലെ ടൈറ്റിൽ അവസാനിക്കുകയും വേണം. അപ്പോൾ ടൈറ്റിലിന് ഒരു ഓപ്പൺ ടാഗ് ഇട്ട് കൊടുക്കണം, അതേപോലെ ടൈറ്റിലിന് ഒരു ക്ലോസ് ടാഗും എന്ത് ചെയ്യണം, ഇട്ട് കൊടുക്കണം. അപ്പോൾ ടൈറ്റിൽ ഓപ്പൺ ചെയ്തു, അതേപോലെ ടൈറ്റിൽ ക്ലോസും ചെയ്തു. ആ ഓപ്പണിങ്ങിൻ്റെയും ആ ക്ലോസിങ്ങിൻ്റെയും ഇടയിൽ നെയിം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൊടുക്കാനേ പറ്റും.
ഞാനിവിടെ www.msworld.com എന്നെന്ത് ചെയ്തു, വെറുതെ ടൈപ്പ് ചെയ്തു. ഓക്കെ, www.msworld.com വെറുതെ ടൈറ്റിലായിട്ട് അവിടെ കൊടുത്തു എന്ന് മാത്രം. ഓക്കെ, ഈ നമ്മൾ ഈ ടൈറ്റിലിൽ കൊടുക്കുന്നത് എന്താണോ അതാണ് നമ്മുടെ വെബ് പേജിന്റെ മുകളിൽ എന്ത് ചെയ്യുക, ഒരു അഡ്രസ്സായിട്ട് കാണിച്ചു തരാം. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ എന്ത് ചെയ്തത്, www.msworld.com എന്ന് എന്ത് ചെയ്തത്, എഴുതി കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ എന്തൊക്കെയായി, HTML ഓപ്പൺ ചെയ്തു, HTML ക്ലോസ് ചെയ്തു, ഹെഡിങ് ഓപ്പൺ ചെയ്തു, ഹെഡിങ്ങിനെ ക്ലോസ് ചെയ്തിട്ടുണ്ട് അല്ലേ. ആ ഹെഡിങ് എന്തായിട്ടാണ് കൊടുത്തത്, MS വേൾഡ് അല്ലേ. അതുപോലെ തന്നെ ഈ ഹെഡിങ് നമുക്ക് പേജിൻ്റെ ഏറ്റവും മുകളിലായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു അറ്റത്ത് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും. ഏറ്റവും മുകളിലായിട്ട് വരുന്നതാണ് ഹെഡിങ്. ഇനി അതേപോലെ തന്നെ ടൈറ്റിൽ, ഹെഡ് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിലാണ്, അതായത് തലക്കെട്ട് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിലാണ് ആര് വരെ, ടൈറ്റിൽ വരെ. ആ ടൈറ്റിൽ ഓപ്പൺ ചെയ്തിട്ടുണ്ട്, ടൈറ്റിലിനെ ക്ലോസ് ചെയ്തിട്ടുണ്ട്. ആ ഓപ്പണിങ്ങിനും ക്ലോസിങ്ങിനും ഇടയിൽ www.msworld.com എന്ന് പറയുന്ന വെബ് അഡ്രസ്സ് ഞാൻ എന്ത് ചെയ്തു, അടിച്ച് കൊടുത്തു. ഓക്കെ, അപ്പോൾ HTML-നകത്ത് ഏറെക്കുറെ എല്ലാ ആളുകളുമായി ഒരാളെ കൂടെ നമുക്ക് എന്ത് ചെയ്യാം, കൊടുക്കാം. ദാറ്റ് ഈസ് ബോഡി. ബോഡി എന്ന് പറയുന്ന ടാഗിനകത്താണ് ഒരു HTML പ്രോഗ്രാമിലെ പ്രധാനപ്പെട്ട എല്ലാ ഘടകങ്ങളും അടങ്ങുന്നത്. ഓക്കെ, ബോഡി എന്ന് പറയുന്ന ഒരു ടാഗ് നമ്മൾ ഓപ്പൺ ചെയ്തു, ബോഡി എന്ന് പറയുന്ന ടാഗ് നമ്മൾ ക്ലോസ് ചെയ്തു. ഓക്കെ, ഏത് ടാഗ് നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാലും സ്പോട്ടിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഇതിനെ ക്ലോസ് ചെയ്യണം. അതിനിടയിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, മറ്റു കാര്യങ്ങളൊക്കെ എഴുതി കൊടുക്കേണ്ടത്. ഓക്കെ, ബോഡി നമ്മൾ കൊടുത്തിട്ടുണ്ട്, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, വെറുതെ ഹായ് എന്നെന്ത് ചെയ്തു, വെറുതെ ടൈപ്പ് ചെയ്തു. ഓക്കെ, അപ്പോൾ നമ്മൾ ഹെഡിങ്ങിൻ്റെ ഭാഗത്തു നിന്നൊക്കെ പോകുന്നു. ഇനി ഏകദേശം അതിൻ്റെ ഒരു കാര്യങ്ങളിലേക്ക്, വെബ്സൈറ്റിൻ്റെ അല്ലെങ്കിൽ വെബ് പേജിൻ്റെ ഒരു കാര്യപ്പെട്ട മേഖലയിലേക്ക് നമ്മൾ എന്ത് ചെയ്യാണ്, ഇറങ്ങാണ്. ഓക്കെ, അപ്പോൾ ബോഡി എന്ന് പറയുന്ന ഓപ്പൺ ടാഗിന് ഇടയിലും അതിൻ്റെ ക്ലോസ് ടാഗിനിടയിൽ നമ്മൾ ഹായ് എന്നെന്ത് ചെയ്തു, ടൈപ്പ് ചെയ്തു. ഇനി നമ്മൾ ഇതിനെ ചെയ്യാൻ അതിനുവേണ്ടി ഫയലിൽ നമ്മൾക്ക് എന്ത് ചെയ്യും, സേവ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ഓക്കെ, സേവ് ചെയ്യാൻ വേണ്ടി സെലക്ട് ചെയ്യുന്നത് നമ്മൾ ഡെസ്ക്ടോപ്പിലാണ് സേവ് ചെയ്യുന്നത്. നമുക്കിതിന് എന്തെങ്കിലും ഒരു പേര് കൊടുക്കണം. ഓക്കെ, MS വേൾഡ് 1 എന്ന് പറയുന്ന നെയിമാണ് കൊടുത്തിട്ടുള്ളത്. MS വേൾഡ് 1 മാത്രം പോരാ, അതിനൊരു ഫോർമാറ്റ് കൊടുക്കണം, .html. ഓക്കെ, നമ്മൾ ഈ HTML പ്രോഗ്രാം എഴുതുകയാണല്ലോ. ഓക്കെ, അതുകൊണ്ട് എന്ത് ചെയ്യണം, MS വേൾഡ് 1 എന്ന് പറഞ്ഞ പേര് കൊടുത്തു. നിങ്ങൾക്ക് നിങ്ങളുടെ പേരൊക്കെ കൊടുക്കാം. ഓക്കെ, MS വേൾഡ് 1 അതുപോലെ .html എന്ന് പറയുന്ന ഒരു ഫോർമാറ്റ് നമ്മൾ കൊടുത്തിട്ട് വേണം ഇതിനെന്ത് ചെയ്യാൻ, സേവ് ചെയ്യാൻ. ഓക്കെ, നമുക്ക് ഡെസ്ക്ടോപ്പിൽ പോയി നോക്കാം. ഓക്കെ, ഇതാണ് ഡെസ്ക്ടോപ്പ്. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാം. ഓക്കെ, MS വേൾഡ് 1 എന്ന് പറയുന്ന ഒരു വെബ് പേജ് ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതിൽ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, റൈറ്റ് ക്ലിക്ക് അടിക്കുക, ഓപ്പൺ വിത്ത് ഉണ്ടാവും. ഓക്കെ, ഗൂഗിൾ ക്രോം ആണെങ്കിൽ ഗൂഗിൾ ക്രോം, ഏതെങ്കിലും ഒരു ബ്രൗസർ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഒരു ഇൻ്റർനെറ്റ് ബ്രൗസർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇതിനെന്ത് ചെയ്യേണ്ടത്, ഓപ്പൺ ആക്കേണ്ടത്. ഓക്കെ, നമുക്കിത് ഗൂഗിൾ ക്രോം ഞാൻ എന്ത് ചെയ്തു, വെറുതെ സെലക്ട് ചെയ്തു. ഓക്കെ, നമ്മളെ വെബ് പേജ് ഒന്ന് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, MS വേൾഡ് എന്ന് പറയുന്ന നമ്മുടെ ഹെഡിങ് കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ ഞാൻ നമ്മുടെ ബോഡിയിൽ കൊടുത്തിട്ടുള്ള ഹായ് കാണാൻ പറ്റുന്നുണ്ട്. അതേപോലെ നമ്മുടെ ടൈറ്റിലിൽ നമ്മളിവിടെ കൊടുത്തിട്ടുള്ള ഒരു പേര് കാണുന്നുണ്ട്, www.msworld.com. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് അടിസ്ഥാനമായിട്ട് HTML-നെ പറ്റി പറയുമ്പോൾ അല്ലെങ്കിൽ HTML പഠിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത്. എങ്ങനെയാണ് നമ്മൾ ബാക്ക്ഗ്രൗണ്ട് കളറുകൾ കൊണ്ടുവരുന്നത്, ഇതിലേക്ക് എങ്ങനെയാണ് പിക്ചറുകൾ കൊണ്ടുവരുന്നത്, ഇതിലേക്ക് എങ്ങനെയാണ് മറ്റ് ലിങ്കുകൾ കൊണ്ടുവരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വരും വീഡിയോകളിൽ നമുക്ക് ചർച്ച ചെയ്യാം. താങ്ക് യു.